നമ്മുടെ യാത്ര തുടരുകയാണ്. ഞങ്ങളിന്ന് ജയ്പൂരിൽ നിന്നും ജയ്സാൽമീറിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം 4:30 മണിയായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി ഓവർനൈറ്റ് ഫുൾ ജേണി ആണ്. ഏകദേശം രാവിലെ 5 മണിക്ക് ജയ്സാൽമീറിലെത്തും. ജയ്പൂർ ടൗൺ വിട്ടതോടുകൂടി വിളഞ്ഞു നിൽക്കുന്ന കടുക് പാടങ്ങൾക്ക് നടുവിലൂടെയാണ് ഞങ്ങളുടെ ട്രെയിൻ കടന്നു പോകുന്നത്. ഈ മരുഭൂമിയിലും വളരെ കൃത്യമായിട്ട് തന്നെ കൃഷി നടത്തിയത് ഇത് ജയ്സാൽമീർ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗമാണ്. റെയിൽവേ സ്റ്റേഷൻ റിനോവേഷൻ വർക്കുകൾ നടക്കുന്നതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ രാവിലെ ജയ്സാൽമീർ ഫോർട്ടിലേക്ക് നടന്നു പോകാൻ തീരുമാനിച്ചു. രാവിലെ ഇവിടെ ഇറങ്ങി ഞങ്ങളൊരു റൂം എടുത്തു, ഫ്രഷപ്പായി. ഞങ്ങളങ്ങനെ ആ റൂമിൽ ഞങ്ങളുടെ ലഗേജൊക്കെ വെച്ച് ജയ്സാൽമീർ ഫോർട്ടിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഒരു 5-10 മിനിറ്റ് നടന്നാലെത്തും. പ്രിയപ്പെട്ടവരെ, അത്യാവശ്യം നല്ല തണുപ്പാണ്. രാവിലെ 5 മണിക്ക് ട്രെയിൻ ഇറങ്ങിയ സമയത്ത് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തണുപ്പ്. ഇപ്പോൾ തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അങ്ങ് ദൂരെ ആ ബിൽഡിങ്ങിന് മുകളിലൂടെ കാണുന്നതാണ് ജയ്സാൽമീർ ഫോർട്ട്. അത് ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓ, എന്തൊരു ഭംഗിയാണ്! നിങ്ങൾ കാണുന്നില്ലത്? ആ മഞ്ഞ കളറ് ഭയങ്കര ഭംഗിയാട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഈ കടയിൽ നിന്നാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ നല്ല ഫുഡായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡ് കിട്ടി. ഈ ജയ്സാൽമീർ ഫോർട്ടിൻ്റെ തൊട്ട് മുൻഭാഗത്ത് തന്നെയാണ് ഈ ധാബയുള്ളത്. നല്ല ഭക്ഷണമായിരുന്നു. ഞങ്ങളൊന്ന് ഈ കോട്ടയുടെ ചുറ്റുമൊന്ന് നടന്ന് പുറം ഭാഗത്തു നിന്നുള്ള ഈ കോട്ടയുടെ ഭംഗി ഒന്ന് ആസ്വദിച്ചു.
നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, വളരെയധികം വിസ്തൃതിയുള്ള ഒരു കോട്ട തന്നെയാണ് ജയ്സാൽമീർ കോട്ട്. ഏകദേശം ഒരു 4-5 കിലോമീറ്റർ വിസ്തൃതിയിൽ നിൽക്കുന്ന ഒരു കോട്ടയാണ് ജയ്സാൽമീർ ഫോർട്ട് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ജയ്സാൽമീർ ഫോർട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇന്നും ലൈവായിട്ട് അത് ജനങ്ങൾ ജീവിക്കുന്ന ഒരു കോട്ടയാണ് ജയ്സാൽമീർ ഫോർട്ട്. ഇന്ത്യയിൽ അങ്ങനെ മറ്റൊരു കോട്ടയുണ്ട് എന്ന് തോന്നുന്നില്ല. ഞങ്ങളിതാ ഈ ജയ്സാൽമീർ ഫോർട്ടിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. കോട്ടക്കുള്ളിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.